ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നിപ്പോൾ അതിമനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മോഡുലാർ കിച്ചൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ ഷെയർ ആക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കണ്ടോക്കെട്ടോ. പുതിയതായിട്ട് വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ കിച്ചണിലോട്ട് പ്രവേശിക്കുകയാണ്. കിച്ചണിലേക്ക് നമ്മൾ കയറുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കേട്ടോ ഇതുപോലെ ഫ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള. ഈ ഒരു ഭാഗത്ത് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് കേട്ടോ സ്റ്റോറേജ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലാസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലോട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ നേരെ വരുന്നത് മെയിൻ കിച്ചണിലോട്ടാണ്. ഈ ഒരു കിച്ചണ് മൊത്തത്തിൽ സ്റ്റോറേജ് ഏരിയക്ക് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഒരു ആഷ് ആൻഡ് വൈറ്റ് കളർ തീമിലാട്ടോ ഈ കിച്ചൺ മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. കിച്ചൺ മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത് WPCയിലാണ് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു കളർ തീമുള്ള മൈക്കാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. കൗണ്ടർ ടോപ്പ് മൊത്തം ചെയ്തിട്ടുള്ളത് നാനോ വൈറ്റിലാണ്. പിന്നെ മുകൾ ഭാഗത്ത് വരുന്ന കബോർഡിൻ്റെ ഇടയിലായിട്ട് ഇതുപോലെ വുഡൻ പാനലിങ് കൊടുത്തിട്ട് ആ ഒരു ഏരിയ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗ്ലാസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വൈറ്റിൻ്റെ ഇടയിൽ വുഡൻ കളർ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നേരെ വരുന്നത് മെയിൻ കിച്ചണിലോട്ടാണ്. മെയിൻ കിച്ചണിലോട്ട് നമ്മൾ കിടക്കുന്നതിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ വുഡൻ പാനലിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇരുവശങ്ങളിലായിട്ട്. കിച്ചൻ്റെ സീലിങ്ങിലായാലും ഇതുപോലെ ഒരുപാട് സ്പോട്ട് ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ബെഞ്ചാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ബാക്കി വരുന്ന ഭാഗത്ത് ചെയറുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചം ഉള്ളിലേക്ക് എത്താവുന്ന രീതിയിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് വിൻഡോസൊക്കെ കിച്ചണിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചൻ്റെ ഫ്ലോറിലാണെങ്കിലും ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓരോ കബോർഡിലും ഇതുപോലെ പ്രത്യേകമായിട്ടുള്ള സ്റ്റോറേജ് ഏരിയകളും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഗ്ലാസ്സുകളായാലും ചെറിയ ചെറിയ ഐറ്റംസ് ആയാലും ഒക്കെ സ്റ്റോറേജ് വെക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും ഇതുപോലെയുള്ള സ്റ്റോറേജ് ഏരിയ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ കിച്ചണിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു കിച്ചൻ്റെ ഗ്യാസ് അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ള കിച്ചൻ്റെ മിഡിലായിട്ടാണ് കേട്ടോ. അതും ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ തീമിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തുള്ള കൗണ്ടർ ടോപ്പ് മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ള കൊറിയൻ ടോപ്പിലാണ് കേട്ടോ. മറ്റെല്ലാ ഭാഗത്തും നാനോ വൈറ്റാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ട് കൊറിയൻ ടോപ്പാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു കിച്ചണിൽ ഡബിൾ സിങ്ക് ആണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. പിന്നെ കിച്ചണിൽ മൊത്തത്തിലും ഗ്രില്ലിന് പകരം വിൻഡോസ് തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു കിച്ചണാണ് കേട്ടോ. കിച്ചൻ്റെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന കബോർഡിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതുപോലെ വുഡൻ പാനലിങ്ങിൽ ചെറിയൊരു നമുക്ക് ഷോ ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ യൂസ് ആക്കിയിട്ടുള്ള കർട്ടനുകളും എല്ലാം ഈ ഒരു കളർ തീമിനോട് മാച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു കിച്ചൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. മറ്റൊരു വീടിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.